മാരുതി ശൈലേന്ദ്ര മുകളിൽ നിന്ന് സീതാദേവിയെ കാണാനുള്ള ഔത്സുക്യത്തോടുകൂടി ലങ്കയിലേക്ക് എടുത്തു ചാടി. ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും തടസ്സങ്ങളൊക്കെ സ്വാഭാവികമാണല്ലോ. ആദ്യമായിട്ട് മുൻപിൽ വന്ന തടസ്സം മൈനാക പർവ്വതമാണ്. ഉപദ്രവിക്കാനോ ഒന്നുമല്ല വന്നത്. ഈ ഹനുമാൻ കുറച്ച് സമയം ഇരുന്ന് വിശ്രമിച്ച് ക്ഷീണമൊക്കെ തീർത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് സന്തോഷമായിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ഷണിക്കാനായിട്ടാണ് വന്നത്. മാരുതി പറഞ്ഞു, എനിക്കൊന്നിനും നേരമില്ല, ഞാനൊരു പ്രത്യേക ദൗത്യത്തിന് പോവുകയാണ്, അതുകൊണ്ട് ഒന്നിനും നേരമില്ല. അതുകൊണ്ട് ഇനി അഥവാ എന്നെ സൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സീതാമാതാവിനെ കണ്ട് വിവരങ്ങളെല്ലാം നമ്മുടെ രാമേന്ദ്രപ്രഭുവിനോട് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആതിഥ്യം സ്വീകരിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് യാത്രയായി. അതിനുശേഷം ഭുജഗമാതാവായ സുരസയാണ് കണ്ടത്. സുരസ ഇതുപോലെ തന്നെ വായു പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭക്ഷണമാവണമെന്ന് പറഞ്ഞു. ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു മാരുതി. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സുരസ 10 യോജന പൊളിക്കുമ്പോഴത്തേക്കും മാരുതി 20 യോജന പൊളിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ വാപൊളി മത്സരം അവിടെ നടന്നു. അവസാനം സുരസയുടെ ആ വായ വളരെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ മാരുതി കൃഷശരീരനായിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഡക്കയെന്ന് ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞു. അടുത്ത വന്നത് സിംഹിക എന്ന് പറയുന്ന ഛായാഗ്രഹണിയാണ്. കാരണം നിഴൽ നോക്കിയിട്ട് ആളെ എന്നിട്ട് നിഴലിൽ പിടിച്ച് വലിച്ചിട്ട് ആളെ കൊല്ലുന്നതാണത്. ആ കാര്യത്തിലൊന്നും നോക്കിയില്ല മാരുതി, നേരെ കൊടുത്തു, ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി ആ വിഷമവും അങ്ങ് തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, ഓരോ സന്ദർഭത്തിലും മാരുതി എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞു ഇല്ലേ, അത് വളരെ നല്ല രീതിയിൽ നോ പറഞ്ഞു. നമ്മുടെ മൈനാക പർവ്വതത്തിൻ്റെ അടുത്ത്, സുരസയുടെ അടുത്തോ അതും ഒരു നമ്മൾ എന്താ ചെയ്യേണ്ടത്, വളരെ ബുദ്ധിയോടുകൂടി തന്നെ അതും കൈകാര്യം ചെയ്തു. അടുത്തയാളുടെ അടുത്തോ ഒന്നും നോക്കിയില്ല, അത് അവിടെ വേണ്ടത് അവിടെയും ചെയ്തു. അങ്ങനെ ഈ മാരുതിയുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം അദ്ദേഹം അതുപോലെ വിവേകവും ബുദ്ധിയും വീര്യവും ഒക്കെ ഉള്ള ഒരാളാണെന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. ഈ രാമായണമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കണമെന്നുള്ളതാണ്. നേരെ അവിടുന്ന് ചെന്നു, ലങ്കാഗോപുരത്തിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ഒരു കാവൽക്കാരി നിൽപ്പുണ്ട്, വേറെ ആരുമല്ല ലങ്കാലക്ഷ്മിയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എനിക്ക് കടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് തടഞ്ഞു. ഉടനെ തന്നെ ഒരൊറ്റ എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ലങ്കാലക്ഷ്മി താഴെ വീണു. അപ്പോൾ പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരാൾ വന്ന് അടിച്ചാൽ അന്നേരം മാറണമെന്ന്. അങ്ങനെ വഴി ക്ലീനായി മാരുതിക്ക്.